ഹായ്, അപ്പോൾ അടുത്ത് നമുക്ക് 11th ക്വസ്റ്റ്യൻ ചെയ്യാം. 11th ക്വസ്റ്റ്യനും വീണ്ടും കോമ്പിനറ്റോറിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. There are 6 coupons numbered 1 to 6 and 6 envelopes also numbered 1 to 6. The first 2 coupons are placed together in any one envelope. അപ്പോൾ 1ഉം 2ഉം കൂടി ഒരു envelope ഇട്ടു. 1 and 2 in one envelope. In any one envelope. So similarly third and fourth. Thirdും fourthും ഇതേപോലെ are placed together. Fifth and sixth are placed together and they all go to different envelopes. And the last two are placed together in yet another different envelope. How many ways can this be done if no coupon is placed in the envelope having the number same number as the coupon? അതായത് ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 6 envelopes ഉണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ 1 2 ഇനി ഏതെങ്കിലും ഒരു envelopeലേക്ക് പോവാം. ഏത് envelopeലേക്ക് പോകാൻ പാടില്ല? envelope 1ലേക്കോ envelope 2ലേക്കോ പോകാൻ പാടില്ല. So it can go to envelope 3, envelope 4, envelope 5, envelope 6. അതേപോലെ ഇനിയിപ്പോൾ 1 2 ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. ഇനി 3 4ന് ഇവിടെ രണ്ടും ഓൾറെഡി പോകാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഗോ ടു എനിവർ 1 2 ഓർ 5 6. ഇനി ഇങ്ങോട്ടാണ് പോയതെങ്കിലോ, ഇത് ഇങ്ങോട്ട് പോയതെങ്കിലോ, അപ്പോൾ 3 4ന്റെ ഒരു ഓപ്ഷൻ ഈ 1 2 എടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ഇത് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. 1 2ന് envelope 1ലേക്കോ 2ലേക്കോ പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ നമുക്ക് എത്ര രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം? ടോട്ടൽ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 6 into 5 into 4 അല്ലേ? ഈ 1 2 will have 6 options, this will have 5 options, the other will have 4 options, which is 120. ടോട്ടൽ നമുക്ക് 120 ഓപ്ഷൻസ് ആണുള്ളത്. പക്ഷേ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസ്ട്രിക്റ്റഡ് ചോയ്സസ് എത്ര ഉണ്ട് നോക്കാം. അതായത് ഇതിൽ പറഞ്ഞ പോലെ 1 2 goes to, അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. E1 എന്താ? 1 2 goes to 1 or 2. E2 3 4 goes to 3 or 4. E3 5 6 goes to 5 or 6. ഇതൊക്കെയാണ് പറ്റാത്ത കേസസ്. ഇങ്ങനെ സംഭവിച്ചാൽ അതൊന്നും നമ്മുടെ നമ്പർ ഓഫ് ഫേസിൽ കൂട്ടാൻ പറ്റില്ല. ഇതൊക്കെയാണ് പറ്റാത്ത കേസസ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടലിൽ നിന്ന് n of E1 union E2 union E3 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? n of E1 union E2 union E3 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇതാണ്. വാട്ട് ഈസ് n of E1? n of E1 എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. n of E1 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ 1 2 1ലേക്കോ 2ലേക്കോ പോകുന്നു. അത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. 1 2 goes to 1 or 2. അപ്പോൾ 1 2ന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1 2ന് 2 ഓപ്ഷൻസ് ഉണ്ട്. 1 2ന് 2 ഓപ്ഷൻസ് ആണുള്ളത്. 3 4ന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 3 4ന് ആ 1 2 ഏതോ ഒന്ന് എടുത്തു. ഇത് 1 2ന്റെ ഓപ്ഷൻസ് ആണ്, നമ്പർ ഓഫ് ഓപ്ഷൻസ്. 3 4 will have 5 ഓപ്ഷൻസ്. 5 6 will have 4 ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ 40 ഓപ്ഷൻസ് n of E1 സംഭവിക്കുന്നു. അതായത് 1 2 goes to 1 or 2. അപ്പോൾ 1 2ന് ഹാസ് 2 ഓപ്ഷൻസ്, 3 4 ഹാസ് 5 ഓപ്ഷൻസ്, 5 6 ഹാസ് 4 ഓപ്ഷൻസ്. ഇതേപോലെ n of E2 നോക്കുകയാണെങ്കിലോ, n of E2ന് എന്താ സംഭവിക്കുന്നത്? ഇത് തന്നെയല്ല സംഭവിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ 3 4ന്റെ കാര്യമാണ് നോക്കുന്നത്. 3 4 goes to 3 or 4. So it has 2 options. This will have 5 options. This will have 4 options. 40. സെയിം തന്നെയാണ് E3യിലും സംഭവിക്കാൻ പോകുന്നത്. n of E3 is also equal to 40. ഇനി യൂണിയനിൽ വേറെ എന്തൊക്കെയുണ്ട്? E1 ഇന്റർസെക്ഷൻ E2 ഒക്കെ ഉണ്ട്. E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ എന്താ? 1 2 goes to E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ 1 2 goes to 1 or 2, 3 4 goes to 3 or 4. അപ്പോൾ 1 2ന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1 2 ഹാസ് 2 ഓപ്ഷൻസ്. 3 4ന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 3 4 ഹാസ് 2 ഓപ്ഷൻസ്. ഇനി 5 6നോ? ഈ 1 2ഉം 3 4ഉം എങ്ങോട്ടോ പോയി. ഇനി 4 ഓപ്ഷൻസ് ബാക്കി. ആ 4 ഓപ്ഷൻസും ഇതിനെടുക്കാം. സോ ദിസ് ഇസ് 16. ഇനി ഇത് തന്നെയല്ലേ E2 ഇന്റർസെക്ഷൻ E3യിലും സംഭവിക്കാൻ പോകുന്നത്? ഇത് തന്നെയല്ലേ E1 ഇന്റർസെക്ഷൻ E3യിലും സംഭവിക്കാൻ പോകുന്നത്? അതും 16. ഇനി യൂണിയനിൽ നമുക്ക് ഒരു ടേമും കൂടി ബാക്കിയില്ലേ? ആ ടേം ഏതാണ്? E1 ഇന്റർസെക്ഷൻ E2 ഇന്റർസെക്ഷൻ E3. അതിൽ എന്ത് ചെയ്യുന്നു? 1 2 goes to 1 or 2, 3 4 goes to 3 or 4, 5 6 goes to 5 or 6.
അപ്പോൾ 1 2 എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ്. 3 4 എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ്. 5 6 എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. സോ നമ്മുടെ ആൻസർ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ആൻസർ? ആ യൂണിയന്റെ വാല്യൂ കിട്ടി. നമ്മുടെ ആൻസർ ഈസ് ഈക്വൽ ടു ടോട്ടൽ 120 മൈനസ് യൂണിയന്റെ വാല്യൂ എത്ര? യൂണിയന് നമ്മൾ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് n of e1, n of e2, n of e3 എല്ലാം ആഡ് ചെയ്യുന്നു മൈനസ് ഇന്റർസെക്ഷൻ 16 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് 8. അപ്പോൾ ഈ 120 ക്യാൻസൽ ആവും. വി ഹാവ് 48 മൈനസ് 8 ഇസ് ഈക്വൽ ടു 40. 40 ആണ് ഇതിന്റെ ആൻസർ.